ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ പിതാവായ ദൈവത്തെ, അവിടുത്തെ അനന്തമായ സ്നേഹത്തെയും ആ സ്നേഹത്തിൽ നിന്ന് അവിടുന്ന് നമ്മളോട് കാണിക്കുന്ന അനന്തമായ കാരുണ്യത്തെയും പ്രതി നമുക്ക് ആരാധിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പ് 718 സന്ദേശം. 718 നീ പരിപൂർണമായി ശരണത്തിൻ്റെ പുത്രിയായതുകൊണ്ട് നിനക്ക് എൻ്റെ ഹൃദയത്തിന്മേൽ വളരെ ഉന്നതവും അപ്രതിരോധ്യവുമായ ശക്തിയുണ്ട്. ഈ ലോകത്തിൽ വെച്ച് തന്നെ എനിക്ക് നിന്നോടുള്ള അത്യഗാധമായ സ്നേഹം അതിൻ്റെ മുഴുവൻ അളവിലും ഞാൻ പ്രകടിപ്പിച്ചാൽ അത് വഹിക്കുവാൻ നീ പ്രാപ്തിയായിരിക്കുകയില്ല. നിനക്ക് അതിൻ്റെ മങ്ങിയൊരു ദർശനം മാത്രമാണ് ഞാൻ ഇടയ്ക്ക് നൽകാറുള്ളൂ. അത് തന്നെ ഞാൻ വളരെ അത്യപൂർവമായി അനുവദിക്കുന്ന ഒരു കൃപയാണ്. എൻ്റെ സ്നേഹത്തിനും കരുണയ്ക്കും അതിരുകളില്ല. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പ് 718 സന്ദേശം. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ എന്തുമാത്രം സമ്പത്തും എന്തുമാത്രം ആരാധക വൃന്ദങ്ങളും എന്തുമാത്രം ആഘോഷങ്ങളും സ്വാധീനങ്ങളും നമുക്കുണ്ടോ, നമ്മൾ എന്തിൻ്റെ എല്ലാമൊക്കെയോ അധികാരത്തിൻ്റെ ആനന്ദത്തിലോ സമ്പത്തിൻ്റെ ആനന്ദത്തിലോ അംഗീകാരത്തിൻ്റെ ആനന്ദത്തിലോ ഒക്കെ ആണെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഒരു ശൂന്യത വരാനുള്ളതിൻ്റെ കാരണം ദൈവം നൽകുന്ന അംഗീകാരവും ദൈവം നൽകുന്ന ആനന്ദവും മാത്രമാണ് എന്നേക്കും നിലനിൽക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഈശോ പറയുക, ഞാൻ നൽകുന്ന സമാധാനം ആർക്കും നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റാൻ സാധിക്കുകയില്ല. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാവാനും അത് സമൃദ്ധമായി ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകാനും അത് പൂർണ്ണമായിട്ടുണ്ടാകുന്നതിന് വേണ്ടിയാണ്. ഞാൻ നൽകുന്ന സന്തോഷവും ആർക്കും നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റാൻ സാധിക്കുകയില്ല. ദൈവം തരുന്നത് മാത്രമാണ് നിത്യമായി നൽകപ്പെടുന്നത്. എന്നാൽ ഈ ലോകത്തിൻ്റെ നശ്വരതകൾക്കിടയിലും ഈ ലോകത്തിൻ്റെ എല്ലാവിധ പ്രതിസന്ധികൾക്കിടയിലും ആത്മീയ അനുഭവങ്ങൾ നമുക്ക് എന്നേക്കും നിലനിൽക്കുന്ന സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സംതൃപ്തിയുടെ അനുഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആത്മീയ അനുഭവങ്ങൾക്ക് വേണ്ടി ഈ ലോകത്തിൽ ജീവിത പങ്കാളിയെ ലഭിക്കാമായിരുന്ന ജീവിത പങ്കാളിയെ പോലും വേണ്ട എന്ന് വെക്കാൻ മനുഷ്യൻ ചിലപ്പോൾ പരിശ്രമിക്കും. ആഹാരം വേണ്ടെന്ന് വെക്കാൻ മനുഷ്യൻ ചിലപ്പോൾ പരിശ്രമിക്കും. അതുപോലെ തന്നെ സമ്പത്തും പദവികളും ആഘോഷങ്ങളും ആഡംബരങ്ങളും ഒക്കെ വേണ്ടാന്ന് വെക്കാൻ മനുഷ്യന് സാധ്യമാണ്. കാരണം ഈ ലോകത്തിൽ വെച്ച് ലഭ്യമാകുന്ന ആത്മീയ അനുഭവം തന്നെ അത്ര തീക്ഷ്ണമായിട്ട് മനുഷ്യൻ്റെ അസ്തിത്വത്തിൻ്റെ തലത്തെയും അതുപോലെ മനുഷ്യൻ്റെ സമസ്ത തലങ്ങളെയും സ്വാധീനിക്കുന്നതാണ്. എന്നാൽ ഈശോ പറയുകയാണ്, അതുപോലും ഒരു മങ്ങിയ അളവിൽ മാത്രമാണ് ഞാൻ നൽകുക. കാരണം ഞാൻ നിനക്ക് നൽകാനിരിക്കുന്ന സ്വർഗീയ ആനന്ദം അതിൻ്റെ പൂർണ്ണതയിൽ നിനക്ക് ഇവിടെ വെച്ച് അനുഭവിക്കാനാവുകയില്ല. അതനുഭവിച്ചാൽ നീ ആ നിമിഷം തന്നെ നിൻ്റെ ഈ ലോകത്തിലെ ജീവിതം അവസാനിച്ചു പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കേണ്ട ഇതാണ്, കണ്ണ് കണ്ടിട്ടോ കാത് കേട്ടിട്ടോ ഇല്ലാത്ത ഏറ്റവും മനോഹരമായിട്ടുള്ള ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണത ദൈവം നമുക്ക് മുമ്പിൽ കരുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ്, കണ്ടാൽ എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മളോട് കാണിച്ചത്. തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം നമ്മുടെ പിതാവ് നമ്മളെ അത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് വചനം പറയുമ്പോൾ ആ സ്നേഹത്തിൻ്റെ ആഴം എൻ്റെ ഈ നശ്വരതയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല, മറിച്ച് എൻ്റെ അനശ്വരതയിൽ ഞാനതിൻ്റെ പൂർണ്ണത ആസ്വദിക്കുകയാണ്. ഈശോയോട് നമുക്ക് പറയാം, ഈശോയെ, ഞാൻ നിന്നിൽ ശരണപ്പെടുന്നു, നിൻ്റെ ഹിതം എന്നിൽ നിറവേറട്ടെ. നീ നീ ആഗ്രഹിക്കുന്ന രീതിയിൽ എന്നോട് കാരുണ്യം കാണിക്കണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.